സമുദ്രം എങ്ങനെ കടക്കുമെന്നായി അവരുടെ ചിന്ത. എങ്കിലും സന്തോഷം കണ്ട് അവർ തുള്ളിച്ചാടി. സീതയെ കണ്ടു എന്ന് തന്നെ അവർക്ക് തോന്നി. മനസ്സാ സന്തോഷവാർത്തയുമായി അവർ കിഷ്കിന്ധയിൽ മടങ്ങിയെത്തി കൂടിക്കഴിഞ്ഞു. സമ്പാദിയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് അവർ ഇറങ്ങി വന്നു. അവർ സമുദ്ര തീരത്തെത്തുകയും ചെയ്തു. അവർ അവിടെ കൂട്ടം കൂടി ശബ്ദിക്കാതെ സമുദ്രം നോക്കി നിന്നു. സമുദ്രത്തിന്റെ വിസ്താരവും വിശാലതയും കണ്ടതോടെ സന്തോഷവും ആർപ്പുവിളിയും ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് ഒടുവിൽ ഒന്നുമില്ലാതെയായി. അവർ പടപ്പാളയങ്ങളിൽ നിശബ്ദരായി വിശ്രമിക്കുവാൻ തുടങ്ങി. ജാംബവാൻ ഹനുമാന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു: ഹേ ഹനുമാൻ, വിഷണനായി നിശബ്ദതയായി അങ്ങിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് രാമനെ പോലെയോ ലക്ഷ്മണനെ പോലെയോ രാജാവ് സുഗ്രീവനെ പോലെയോ തന്നെ അത്ര വീരനാണെന്ന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാത്തത്? അങ്ങയുടെ ശക്തി, ബലം, ഓജസ്, വിജ്ഞാനം, വീര്യം, എല്ലാറ്റിനും പുറമെ സൽപ്രവൃത്തി എന്നിവയെല്ലാം തന്നെ ഈ ലോകത്തുള്ളവരിൽ എല്ലാവരിലും ഉപരിയാണ്. അങ്ങയെപ്പറ്റി അങ്ങയ്ക്കറിയില്ലേ? അങ്ങയുടെ അമ്മ അഞ്ജന എന്ന സുന്ദരിയായ അപ്സര സ്ത്രീയാണ്. വായുദേവൻ അവളെ കൊണ്ട് കാമിച്ച് അവൾ അദ്ദേഹത്തിന്റെ ആലിംഗനത്തിലായി. കീർത്തിമാനായ ഒരു പുത്രന്റെ അമ്മയാകും അവൾ എന്ന് വായുദേവൻ അവളോട് പറഞ്ഞു. ആ പുത്രൻ ഒരു സൽപുരുഷനാകുമെന്നും അതിവീരനാകുമെന്നും അദ്ദേഹം അവളെ അനുഗ്രഹിച്ചു. യാത്ര ചെയ്യുവാനുള്ള ശക്തിയിലും വേഗതയിലും ഏതു തടസ്സവും തരണം ചെയ്യുവാനുള്ള കഴിവിലും തനിക്ക് തുല്യനായിരിക്കുമെന്ന് വായുദേവൻ അവളെ അനുഗ്രഹിച്ചു. ആ പുത്രനാണങ്ങ്. ഒരിക്കൽ അങ്ങ് വെറും ബാലനായിരിക്കെ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ട് അതൊരു മനോഹരമായ പഴമാണെന്ന് വിചാരിച്ചു. അങ്ങുടൻ മേൽപോട്ട് ചാടി സൂര്യന്റെ നേരെ പാഞ്ഞു ചെന്ന് 300 യോജന പൊങ്ങി. സൂര്യതാപം കഠിനമായി. എന്നിട്ടും അങ്ങ് കൂസലില്ലാതെ അങ്ങയുടെ വീര്യം കണ്ട് ഇന്ദ്രൻ തന്നെ കോപിക്കാൻ തുടങ്ങി. അങ്ങയുടെ ഗർവാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അദ്ദേഹം അങ്ങയുടെ നേരെ വജ്രം ചുരുട്ടിയിഴിഞ്ഞു. ആ വജ്രത്താൽ അങ്ങയുടെ ഇടത്തേക്ക് അവൾ അല്പം മുറിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങേക്ക് ഹനുമാൻ എന്ന പേർ ലഭിച്ചത്. ഇന്ദ്രന്റെ വിവേകരഹിതമായ പെരുമാറ്റത്തിൽ അങ്ങയുടെ അച്ഛൻ അതീവ ക്രുദ്ധനായി. ഇന്ദ്രനെ ശിക്ഷിക്കാൻ എന്ന മട്ടിൽ 3 ലോകങ്ങളും വായു നിശ്ചലമായി. ലോകർ സങ്കടപ്പെട്ടു. ഒടുവിൽ ദേവന്മാർ വായുവിനെ സ്വാന്തനപ്പെടുത്തി. ഒരായുധത്താലും അങ്ങ് മരിക്കില്ലെന്ന് ബ്രഹ്മാവ് അങ്ങയ്ക്ക് വരം നൽകി. അങ്ങയുടെ നേരെ വജ്രം പ്രയോഗിച്ചിട്ട് ഫലമില്ല എന്നായപ്പോൾ ഇന്ദ്രന്റെ കോപം സ്നേഹമായി മാറി. സ്വച്ഛന്ത മൃത്യു എന്ന വരം അദ്ദേഹം അങ്ങയ്ക്ക് നൽകി. ഓർക്കൂ, അങ്ങ് വായുപുത്രനാണ്, അദ്ദേഹത്തോളം തന്നെ ശക്തനുമാണ്. ജാംബവാന്റെ വാക്കുകൾ ഹനുമാൻ കേട്ടു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഈ സൈന്യത്തെ മുഴുവൻ സഹായിക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന വിചാരം വന്നപ്പോൾ ഗർവിന്റെ ഒരു പരിസ്ഫുരണം അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ കാണപ്പെട്ടു. അദ്ദേഹം വലുപ്പത്തിൽ കൂടിക്കൂടി വന്നു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ആർദ്രഭാവമുണ്ടായിരുന്നു. സൈന്യം നോക്കിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ഭീമാകാരനായി വളർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം സിംഹത്തെപ്പോലെ ദേഹം ഒന്ന് കുടഞ്ഞു, ആഴത്തിലൊന്ന് മുരണ്ടു. സമുദ്രം ചാടുവാൻ തയ്യാറായി. സമുദ്രതീരത്ത് നിൽക്കുന്ന ഹനുമാന്റെ ഭീമാകാരമായ രൂപം കണ്ട് സൈന്യം രോമാഞ്ചം കൊണ്ടു. ജാംബവാൻ വർഷിച്ച സ്തുതിവചനങ്ങൾ അദ്ദേഹത്തെ സ്തുതാരം സന്തുഷ്ടനാക്കി. അദ്ദേഹം അപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭീമാകാരനായ ഒരു സിംഹം പർവ്വത ഗുഹയിലിരുന്ന് ഗർജിക്കും പോലെയായിരുന്നു അദ്ദേഹം കാണപ്പെട്ടത്. പുകയില്ലാത്ത തീനാളം പോലെ അദ്ദേഹം ജ്വലിച്ചു. സംഘത്തിലെ പ്രായമായവരെ വന്നിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു: അഗ്നിയുടെ മിത്രമായ വായു വളരെ ശക്തനാണ്. ഒരു വിധത്തിലും അദ്ദേഹത്തെ നിയന്ത്രിക്കുവാനാവില്ല. അദ്ദേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഞാൻ ആ മഹാനായ വായുവിൻ്റെ പുത്രനാണ്, വായുപുത്രൻ. ചാടിക്കിടക്കുന്ന വിദ്യയിൽ, അതായത് കലയിൽ എന്നോട് സമം ആരുമില്ല. മേരു പർവ്വതത്തെ 1000 തവണ ചുഴറ്റാൻ എനിക്ക് കഴിയും. എൻ്റെ കൈകളുടെ ബലത്താൽ പർവ്വതങ്ങളും കാടുകളും അടക്കമുള്ള ഈ ലോകം സമുദ്രത്തിലേക്ക് തള്ളിയിടുവാൻ എനിക്ക് കഴിയും. സൂര്യദേവന്റെ ലോകയാത്രയിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അദ്ദേഹത്തെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയും. വെറും കൈകൾ കൊണ്ട് പർവ്വതങ്ങളെ ഇടിച്ചു പിടിക്കുവാൻ എനിക്ക് കഴിയും. ഞാൻ ആകാശയാത്ര ചെയ്യും. ആകാശം മുഴുവൻ ഞാൻ വിഴുങ്ങുകയാണോ എന്ന് തോന്നും. ഞാൻ ഗരുഡനും വായുവുമാണ്. ഈ 2 പേർക്കും ഒഴിച്ച് മറ്റാർക്കും ആകാശത്തിൽ എന്നെ പിന്തുടരുവാനാവില്ല. ഞാൻ രാമന്റെ രാജ്ഞിയെ കാണും. എന്നോടൊപ്പം ആ ദേവിയെ മടക്കിക്കൊണ്ട് വരികയും ചെയ്യും. നിമിഷങ്ങൾ കൊണ്ട് ഞാൻ സമുദ്രം തരണം ചെയ്യും. ഞാൻ ദേവസീതയെ കാണും. വളരെ വേഗം കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗരുഡനെ പോലെയോ ഇന്ദ്രനോടോ ബ്രഹ്മാവിനോടോ പോലുമോ യുദ്ധം ചെയ്ത് ഞാൻ അമൃതത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരും. ചന്ദ്രന്റെ പ്രകാശവും ഞാൻ കൊണ്ടുവരും. സൂര്യന്റെ പ്രഭയും. ഞാൻ ലങ്കയെ രാവണനടക്കം പുഴുകിയെടുത്ത് രാമന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഞാൻ ഉറച്ചു കഴിഞ്ഞു. ഞാനിതാ പോവുകയായി. ശക്തി പ്രദർശനം കണ്ട് അത്ഭുതപ്പെട്ട കുരങ്ങന്മാർ സീതയെ കണ്ടു കഴിഞ്ഞു എന്ന മട്ടിൽ ഉത്സാഹഭരിതരായി. ജാംബവാൻ പറഞ്ഞു: ഹനുമാൻ, അങ്ങുമൂലം നാമെല്ലാം ഒരു അത്യാപത്ത് തരണം ചെയ്തിരിക്കുന്നു. അങ്ങയുടെ സാഹസകൃത്യം സഫലമായി തീരണേ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. ഒരാപത്തും കൂടാതെ അങ്ങ് സമുദ്രം കടക്കട്ടെ. അങ്ങയുടെ മടക്കവും കാത്ത് ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അങ്ങയുടെ കയ്യിലാണ്. ഹനുമാൻ പറഞ്ഞു: ഞാൻ ആകാശത്തിലേക്കോ ചാടുമ്പോൾ അതിൻ്റെ ശക്തി താങ്ങുവാൻ ഈ ഭൂമിയിൽ കഴിയില്ല.
കഠിനമായ പാറകളോടുകൂടിയ ഈ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഞാൻ കയറിച്ചെല്ലാം. അതിൻ്റെ ശിഖരങ്ങൾ വിസ്തൃതവും ദൃഢവുമാണ്. എൻ്റെ യാത്ര ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. എനിക്ക് 100 യോജന ചാഴേണ്ടതുണ്ട്. ഈ പർവ്വതത്തിലെ പാറകൾക്ക് മാത്രമേ ആ ആഘാതം തടുക്കുവാനാവുകയുള്ളൂ. വായുവിനെ പോലെ ശക്തനായ ഹനുമാൻ പർവ്വതത്തിന്മേൽ കയറി. അദ്ദേഹത്തിൻ്റെ കാൽവെപ്പുകൾ അത്രത്തോളം ദൃഢമായിരുന്നതിനാൽ പർവ്വതം അതിൻ്റെ കനത്തിന് കീഴിൽ അടയുവാൻ തുടങ്ങി. അദ്ദേഹം ഒരു ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. യാത്ര ആരംഭത്തിൽ തന്നെ തൻ്റെ വേഗത്തെ ഒറ്റയുറപ്പിന് മനസ്സിൽ കണ്ടിരുന്നു. മനസ്സുകൊണ്ട് അദ്ദേഹം ലങ്കയിലെത്തിക്കഴിഞ്ഞിരുന്നു. ഇതോടുകൂടി കിഷ്കിന്ധ കാണ്ഡം അവസാനിച്ചിരിക്കുന്നു. ഇനി സുന്ദരകാന്ഡമാണ്. പ്രബലമായ തന്റെ കഴുത്ത് നീട്ടിപ്പിടിച്ച് മേൽപോട്ട് നോക്കുന്ന ഒരു കാട്ടുപോത്തിനെ പോലെ തോന്നപ്പെട്ടു ഹനുമാൻ. ഇതിനു മുമ്പ് ആരും നേടിയിട്ടില്ലാത്ത ഒന്നും നേടുവാൻ പോവുകയാണ് അദ്ദേഹം. തന്റെ ശക്തമായ കാലടികൾ അകത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പർവ്വതം മുകളിൽ ചുറ്റി നടന്നു. അവിടെയുള്ള മൃഗങ്ങളെയെല്ലാം അദ്ദേഹം ഭീതിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കനം കൊണ്ട് പർവ്വതം വിറയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാമ്പുകളും മറ്റു കാട്ടുജന്തുക്കളും പരിഭ്രമിച്ച് കൊടും ഭീതിയാൽ പുറത്തേക്ക് ഏടുവാൻ തുടങ്ങി. പല നിറത്തിലുമുള്ള ധാതുപാത്രങ്ങൾ കൊണ്ട് മഹേന്ദ്ര പർവ്വതത്തെ തോന്നിപ്പിച്ചു. കറുപ്പ്, വെള്ള, ചുവപ്പ്, നീല, മഞ്ഞ, താമരയുടെ ഇളംവെപ്പ് എന്നീ നിറങ്ങളാൽ മനോഹരമായി നെയ്തെടുത്ത ഒരു പരവതാനി പോലെ. യക്ഷി കിന്നരന്മാരുടെ ആവാസസ്ഥാനമായിരുന്നു മഹേന്ദ്രം. ആനകൾ കൂട്ടം കൂട്ടമായി അവിടെ ചുറ്റി നടന്നിരുന്നു. ഹനുമാന്റെ സാന്നിധ്യം എന്തുകൊണ്ടോ അവയെ ശല്യപ്പെടുത്താത്തതായി തോന്നി. ഹനുമാൻ അവന്റെ സഹോദരങ്ങളെയെല്ലാം ആലിംഗനം ചെയ്തു. ഹനുമാൻ ദേഹം ഒന്ന് കുടഞ്ഞൊരു ഗർജനം നടത്തി. അതൊരു വിദ്യുമേഘത്തിന്റെ ഇടിനാദം പോലെയായിരുന്നു. അദ്ദേഹം തന്റെ വാൽ ആകാശത്തേക്ക് ഉയർത്തിയാട്ടി. ആ വാല് ഗരുഡനാൽ വലിക്കപ്പെട്ട ഒരു വലിയ പാമ്പിനെ പോലെ കാണപ്പെട്ടു. തൻ്റെ 2 കൈകളും അദ്ദേഹം താൻ നിന്നിരുന്ന പാറപ്പുറത്ത് പരത്തിവെച്ചു. അരക്കെട്ടുള്ളിലേക്ക് വലിച്ചു. കാലുകൾ മടക്കി കഴുത്തു പുറത്തേക്ക് തള്ളി ആകാശത്തേക്ക് പറക്കുവാൻ തയ്യാറായ മട്ടിൽ അദ്ദേഹം നിന്നു. ദൂരേക്ക് നോക്കി ശ്വാസമടക്കി പിന്നീട് അദ്ദേഹം കുരങ്ങന്മാരുടെ നേരെ നോക്കി ഇങ്ങനെ പറഞ്ഞു: രാമന്റെ വില്ലിൽ നിന്ന് വിട്ട ബാണം പോലെ ഞാൻ നേരെ ലങ്കയിലേക്ക് പോകും. സീതയെ അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകും. അവിടെയും കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ ലങ്കയിൽ തിരിച്ചെത്തി രാവണന്റെ കയ്യും കാലും കെട്ടി എടുത്തുകൊണ്ടുവരും. ഞാൻ അങ്ങനെയെങ്കിലും വിജയിയായി മടങ്ങും. ആ നഗരം തന്നെ പുഴുകിയെടുത്ത് ഞാൻ കൊണ്ടുവരും. ഞാൻ ജയിക്കും. സീതയെ കണ്ടെത്തുവാനുള്ള തൻ്റെ പ്രാപ്തിയെപ്പറ്റി ഹനുമാൻ അത്രയ്ക്ക് ആത്മവിശ്വാസം വന്നു കഴിഞ്ഞിരുന്നു. താൻ സാക്ഷാൽ ഗരുഡൻ തന്നെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനായ ഹനുമാൻ എത്രയും ഊക്കോടുകൂടി മേൽപോട്ട് ചാടി. ചാട്ടത്തിന്റെ ശക്തി കാരണം പർവ്വതത്തിലെ മരങ്ങൾ വേറിട്ട് വീണു. പുഷ്പിക്കുന്ന വൃക്ഷങ്ങളൊപ്പം ഓടുന്നുവോ എന്ന് തോന്നുമാറ് ഹനുമാൻ ആകാശത്തിൽ പ്രവേശിച്ചു. അല്പദൂരം വൃക്ഷങ്ങളും കൂടെ പറക്കുന്നുവോ എന്ന് ചോദിച്ചു. യാത്ര സഫലമാകുവാൻ ശുഭാവംശംസകളോടെ അനുയാത്ര ചെയ്യുകയാണോ എന്നും തോന്നി. ഒരു മന്ദസ്മിതയോടെ പർവ്വതത്തോട് യാത്ര പറഞ്ഞ് ഹനുമാൻ സമുദ്രം കടക്കുവാനുള്ള ശ്രമം തുടർന്നു. ഹനുമാന്റെ ഗതി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ദേവന്മാർ വഴി തടസ്സം വന്നാൽ ഹനുമാന്റെ പോക്കിന് ഇളക്കം തട്ടുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു അവർ സർപ്പങ്ങളുടെ മാതാവായ സുരസയെ വരുത്തി ഇങ്ങനെ പറഞ്ഞു: ഹനുമാൻ ലങ്കയിലെത്തുവാൻ മോഹിച്ച് സമുദ്രം കടക്കുവാൻ ശ്രമിക്കുകയാണ്. നീ ഒരു രാക്ഷസിയുടെ രൂപം ധരിച്ച് മാർഗതടസ്സം ചെയ്യുവാൻ ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെടുന്നു. ഈ അവിചാരിതമായ സ്ഥിതിയെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന്, എങ്ങനെ കൗശലം പ്രയോഗിച്ച് കാര്യം സാധിക്കുമെന്നും കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവളോട് ആജ്ഞാപിച്ച പോലെ അവൾ ചെയ്തു. ആകാശത്തിൽ അദ്ദേഹത്തിന്റെ മാർഗം തടഞ്ഞുകൊണ്ട് ഒരു ഭയങ്കരയായ സ്ത്രീ തന്നെ ആക്രമിക്കാൻ ഒരുമ്പിടുന്നതായി ഹനുമാൻ കണ്ടു. അവൾ ഹനുമാനോട് പറഞ്ഞു: വിശപ്പടക്കുവാൻ ഒരു ഇരയെ കണ്ടെത്തിയത് എൻ്റെ ഭാഗ്യം തന്നെ. ഇത് ദേവന്മാർ എനിക്ക് തന്ന സമ്മാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ എൻ്റെ വായിൽ കയറി എൻ്റെ ഭക്ഷണമായി തീരുക. ഇത് കേട്ട് ഹനുമാൻ 2 കൈകളും കൂപ്പിക്കൊണ്ട് പറഞ്ഞു: ഞാനിപ്പോൾ ഒരു സുപ്രധാന ദൗത്യം വഹിച്ചുകൊണ്ട് പോവുകയാണ്. നീ ചെയ്യാൻ പറയുന്നത് എനിക്കിപ്പോൾ ചെയ്യുവാൻ വയ്യ. ഉദ്ദിഷ്ടകാര്യം സാധിച്ച ശേഷം തീർച്ചയായും ഞാൻ മടങ്ങി വന്ന് നിന്റെ ആവശ്യം സാധിച്ചു തരാം. ഇപ്പോൾ എൻ്റെ മാർഗം തടയരുത്. അദ്ദേഹത്തിൻ്റെ അപേക്ഷ അവൾ നിരസിക്കുകയാണ് ഉണ്ടായത്. അവൾ പറഞ്ഞു: ബ്രഹ്മാവ് എനിക്ക് അനുവദിച്ചൊരു വരമാണിത്. ഈ വഴിയിലൂടെ പോകുന്ന ആർക്കും ആദ്യം എൻ്റെ വായിൽ പ്രവേശിച്ചതിന് ശേഷമേ എന്നെ കടന്നു പോകുവാനാവൂ. ഇപ്രകാരം പറഞ്ഞ അവൾ വളരെ വിസ്താരത്തിൽ വായ തുറന്നു. ഹനുമാൻ ക്ഷമയേറ്റ് ഇങ്ങനെ പറഞ്ഞു: ശരി, എന്നാൽ എന്നെ കൊള്ളത്തക്കവണ്ണം വായ തുറക്കുക. അവളുടെ വാ വലുതാവുവൻ തോറും അദ്ദേഹത്തിൻ്റെ ഉടലും വലുതായിക്കൊണ്ടേയിരുന്നു. അവളുടെ വായി ക്രമേണ 100 യോജന വലുതായപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരം തള്ളവിരലിനോളം ചെറുതാക്കി. അദ്ദേഹം രാക്ഷസിയുടെ വായിൽ കയറിയാലും പുറത്തിറക്കിയാലും 1 നിമിഷം കൊണ്ട് കഴിഞ്ഞു. അദ്ദേഹം പൂർവ്വരൂപം പ്രാപിച്ച് ഇങ്ങനെ പറഞ്ഞു: നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഞാൻ നിന്റെ വായിൽ കയറി പുറത്തു വരികയും ചെയ്തു. ബ്രഹ്മാവിൽ നിന്നുള്ള നിന്റെ വരം വെറുതെ ആയില്ല. ഞാനിനി പോകട്ടെ. സുരസയ്യയ്ക്ക് സന്തോഷമായി. അവൾ പറഞ്ഞു: അങ്ങയുടെ യാത്ര സഫലമാവട്ടെ. ഉദിഷ്ടകാര്യം അങ്ങ് നേടട്ടെ. ഹനുമാൻ ഇപ്പോൾ ആകാശമാർഗ്ഗി ഉയർന്ന യാത്ര തുടർന്നു. അദ്ദേഹം ഇപ്പോൾ വളരെ ഉയരത്തിലാണ് പറക്കുന്നത്. ആ മാർഗത്തിൽ സിംഹിക എന്ന പേരായ ഒരു രാക്ഷസി വസിച്ചിരുന്നു. ഹനുമാൻ കടന്നു പോകുന്നത് അവൾ കണ്ടു. അദ്ദേഹത്തെ കൊന്നു തിന്നുവാൻ അവൾ ആഗ്രഹിച്ചു. അവൾ അദ്ദേഹത്തിൻ്റെ നിഴൽ പിടിച്ചു വലിച്ചു. ആ വഴി ഹനുമാൻ അനുഭവപ്പെട്ടു. എന്താണ് സംഭവമെന്ന് അദ്ദേഹം ചുറ്റും നോക്കി. സമുദ്രത്തിൽ നിന്ന് പൊന്തി വരുന്ന സിംഹിക എന്ന രൂപത്തെ അദ്ദേഹം കണ്ടു. അദ്ദേഹം വലുതായി വളർന്നു. ഉടനെ അവൾ വായു തുറന്നു. അവളുടെ വായു ജലത്തിൽ നിന്നും ആകാശം മുട്ടി.
ഹനുമാന് നിന്നോടത്ത് നിന്ന് അവൻ്റെ വജ്രം പോലെ അദ്ദേഹം അവൾക്ക് വായ്ക്കുള്ളിലേക്ക് പാഞ്ഞു കയറി. അദ്ദേഹം അവളെ കൊന്നു. നിന്നിടത്തേക്ക് തന്നെ വളർന്ന് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അദ്ദേഹം യാത്ര തുടർന്നു. ഗരുഡനെ പോലെ അദ്ദേഹം നേരെ മയത്തിൽ പറന്നു. ദൂരം മിക്കവാറും കടന്നു കഴിഞ്ഞു. 100 യോജന എന്നതിൽ ഇനി കുറച്ചു ബാക്കിയുള്ളൂ. ഹനുമാൻ ചുറ്റും കണ്ണോടിച്ചു. വൃക്ഷങ്ങളും കാടും അദ്ദേഹം കണ്ടു. ഭൂമി അടുത്തു എന്നതിൻ്റെ സൂചനയായിരുന്നു അത്. മലയപർവ്വതത്തിൻ്റെ തോട്ടങ്ങൾ അദ്ദേഹം കണ്ടു. പല ചെറിയ നദികളും അവയുടെ കൈവഴികളും അദ്ദേഹം കടന്നുപോയി. അങ്ങനെ അദ്ദേഹം ലംബ എന്നു പേരായ ഒരു പർവ്വതത്തിൻ്റെ കൊടുമുടിയിലിറങ്ങി. അവിടെ നിന്നാണ് അദ്ദേഹം ആദ്യമായി ലങ്കയെ നോക്കിക്കണ്ടത്. 100 യോജന വിസ്താരമുള്ള സമുദ്രം ഹനുമാൻ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം മറുകരയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം നിലത്തിറങ്ങിയ ആ പർവ്വതത്തിന് മുകളിൽ നിന്ന് തന്നെ ലങ്കയെ ആകെയെന്ന് നോക്കിക്കണ്ടു. ത്രികൂടം എന്നു പേരായ ആ പർവ്വതത്തിന് മുകളിലായിരുന്നു ലങ്ക സ്ഥിതി ചെയ്തിരുന്നത്. കൂടുതൽ അടുത്തു ചെന്ന് കാണണമെന്ന് ഹനുമാൻ തീരുമാനിച്ചു. കാടുകളിൽ കൂടി പുഷ്പിച്ച വൃക്ഷങ്ങൾക്കിടയിൽ കൂടി അദ്ദേഹം നടന്നു. ഇന്ദ്രന്റെ നഗരമായ അമരാവതിയെപ്പോലെ ഭംഗിയുള്ളതും ലങ്കയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പർവ്വതത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്തിരുന്നതിനാൽ ആ നഗരം ആകാശത്തിൽ തങ്ങി നിൽക്കുകയാണെന്നൊരു പ്രതീതി തന്നെ ഉണ്ടായി. നഗരത്തിലേക്ക് സാവധാനം നടന്നു പോകുമ്പോൾ ഹനുമാൻ ചിന്തയിൽ ആമഗ്നനായി. അദ്ദേഹം ലങ്കയുടെ ഉത്തര കവാടങ്ങളിൽ എത്തിയിരുന്നു. ഘോര രാക്ഷസന്മാരാണ് അവിടെ കാവൽ നിന്നിരുന്നത്. ഹനുമാൻ ചിന്തിച്ചു, ഈ നഗരത്തിന് നല്ല കാവൽ ഏർപ്പെട്ടുള്ളതുകൊണ്ട് എല്ലാ വാനന്മാരും വന്നു ചേർന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കിടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ദേവന്മാർക്ക് കൂടി ലങ്കയെ ജയിക്കുവാനായില്ല. ഇത്ര നന്നായി കാവലുള്ളതുകൊണ്ട് രാമൻ പോലും, പ്രബലനായ രാമൻ പോലും ഈ നഗരത്തിൽ കടക്കുവാൻ ഞെരുങ്ങും. ന്യായം കേൾക്കുവാൻ തയ്യാറുള്ളവരല്ല സത്തവേ രാക്ഷസന്മാർ. അല്പനേരം അദ്ദേഹം അങ്ങനെ ഓരോ ചിന്തയിലായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ചിന്തിച്ചു, ഈ ബൃഹത്തായ രൂപത്തിൽ എനിക്ക് നഗരത്തിൽ പ്രവേശിക്കുവാൻ എളുപ്പം കഴിഞ്ഞു എന്ന് വരില്ല. കാവൽക്കാർ ഏറെ ജാഗരൂകരാണ്. അവരെല്ലാം ശക്തരും ദൃഢാഗാധരുമാണ്. അതുകൊണ്ട് വളരെ ചെറുതും അവഗണനാർഹനമായി തോന്നിക്കുന്നതുമായ ആകൃതിയിൽ വേണം നഗരത്തിൽ പ്രവേശിക്കുവാൻ. കാവൽക്കാരെ ചതിക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് വേണം നഗരത്തിൽ പ്രവേശിച്ച് സീതാന്വേഷണം ആരംഭിക്കുവാൻ. ഹനുമാൻ സൂര്യൻ അസ്തമിക്കുവാനായി കാത്തിരുന്നു. ഇരുട്ടായപ്പോൾ അദ്ദേഹം ആവേശഭരിതനായി. തൻ്റെ ദേഹം ഒരു ചെറിയ പൂച്ചക്കുട്ടിക്ക് സമമാക്കിക്കൊണ്ട് അദ്ദേഹം ഒതുക്കി. അദ്ദേഹം ലങ്കയിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങി. കീർത്തിപ്പെട്ട ആ നഗരം അദ്ദേഹം പുറത്തുനിന്ന് നോക്കിക്കണ്ടു. അത് ഗന്ധർവ നഗരം പോലെയായിരുന്നു. വിലപ്പെട്ട രത്നക്കല്ലുകളും എങ്ങും മിന്നിക്കൊണ്ടിരിക്കുന്ന ഗോപുരങ്ങളുമായിരുന്നു അദ്ദേഹം. ഒരു ഉയർന്ന മതിലിനകൽ ലങ്ക സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഹനുമാൻ അതിനടുത്തേക്ക് കുതിച്ചു. കസവപ്പുട്ടിൻ്റെ ഒരു കഷ്ണം പോലെ പറന്നു കിടന്നിരുന്ന ആ സുന്ദര നഗരം കണ്ട് അദ്ദേഹം അത്ഭുതസ്തബ്ധനായി മേഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഹനുമാൻ നഗരത്തിനുള്ളിലേക്ക് കടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ നഗരപാലികയായ ഒരു ദേവി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അവൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നു. അവൾ ചോദിച്ചു, നീ ആരാണ്? ഇവിടെ എന്തിനു വന്നു? എവിടെ നിന്ന് വരുന്നു? എന്നോടുള്ള സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നീ ജീവനം കൊണ്ട് പോവില്ല. ഈ ലങ്ക രാവണ രാജാവിൻ്റെ കാവൽക്കാരനായ 4 ഭാഗവും രക്ഷിക്കപ്പെട്ടതാണ്. അവരുടെ കണ്ണു വെട്ടിച്ച് നഗരിയിൽ പ്രവേശിക്കുവാൻ ആർക്കുമാവില്ല. ഹനുമാൻ വളരെ വിനീതനായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരെന്ന് പറയാം, പക്ഷേ ഭവതി ആണെന്ന് ആദ്യം പറയും. ഭവതി ചില ഭാവം കാണിച്ചെന്നെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഭവതിയുടെ സ്വരവും വാക്കും അങ്ങനെ തോന്നിക്കുന്നു. ഈ നഗരവാതിക്കൽ ഭവതി നിൽക്കുന്നത് എന്തിനാണ്? ഹനുമാന്റെ വാക്കുകൾ അവളെ രൂക്ഷയാക്കി. അവൾ പറഞ്ഞു, രാക്ഷസ രാജാവായ രാവണന്റെ കൽപ്പനകൾ കേട്ട് നടക്കുന്നവളാണ് ഞാൻ ഈ നഗരത്തെ കാക്കുന്നവളാണ്. എൻ്റെ പേർ ലങ്കിനി എന്നാണ്. എന്നെ അവഗണിച്ച് ഈ കവാടങ്ങൾ കടന്നു പോകുവാൻ നിനക്ക് കഴിയുകയില്ല. ഞാൻ നിന്നെ കൊല്ലുകയാണ്. തീരെ ഉദ്ദേശിക്കാത്ത പെരുമാറ്റം കണ്ടിട്ടും തെല്ലും കൂസാതെ ഹനുമാൻ പറഞ്ഞു, ഈ നഗരത്തിൻ്റെ സൗന്ദര്യം വളരെ ആകർഷണീയമാണ്. അതുകൊണ്ട് ഈ നഗരം മുഴുവൻ ഒന്ന് നടന്നു കാണാമെന്ന് ഞാൻ മോഹിച്ചു. ആ ഉദ്ദേശത്തു കൂടിയാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ വിനയപൂർവമായ സംഭാഷണം കൊണ്ടാവണം അവൾ തൃപ്തിപ്പെട്ടില്ല. അവൾ പറഞ്ഞു, എടോ വിഡ്ഢിയായ കുട്ടിക്കുരങ്ങി, എന്നോട് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കാതെ നിനക്ക് ലങ്കയിൽ കിടക്കുവാൻ കഴിയില്ല. ഹനുമാൻ ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു, ഞാൻ ഈ നഗരം ഒന്ന് കണ്ടു മടങ്ങിപ്പോകുന്നതാണ്. ഞാൻ താമസിക്കാൻ വന്നതല്ല. ഹനുമാൻ പറഞ്ഞത് അവൾ കേട്ടതേയില്ല. അവൾ ഉന്നതയോടെ കൈ നിവർത്തി അദ്ദേഹത്തിൻ്റെ മുഖത്തൊരടി കൊടുത്തു. ഹനുമാൻ ഇപ്പോൾ തികച്ചും കോപിച്ചു. അദ്ദേഹം കണ്ണുകൾ അടച്ചു. ഇടത്തെ കൈയുടെ വിരലുകൾ മടക്കി. പ്രബലമായ തൻ്റെ ഇടത്തെ മുഷ്ടി കൊണ്ട് അവളുടെ മേൽ ഒരു ഇടി കൊടുത്തു. ഒരു സ്ത്രീ ആയതുകൊണ്ട് തൻ്റെ കോപവും ശക്തിയും ഒന്നും അദ്ദേഹം പ്രയോഗിച്ചിട്ടില്ല. എങ്കിലും ഇടികൊണ്ട നിമിഷം തന്നെ അവൾ മറിഞ്ഞു വീണു. ഭയം, വേദന, അപമാനം എന്നിവയാൽ വിവശയായി അവൾ പറഞ്ഞു, അങ്ങനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഈ നഗരത്തിൻ്റെ രക്ഷാകർത്തയാണ് ഞാൻ. ബ്രഹ്മാവ് എനിക്ക് നൽകിയിട്ടുള്ള വരത്തെപ്പറ്റി ഞാൻ അങ്ങയോട് പറയാം. ആർക്കും എന്നെ പരാജയപ്പെടുത്തുവാനാവില്ലെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു നാൾ ഒരു കുരങ്ങൻ നിന്നെ പരാജയപ്പെടുത്തുമ്പോൾ രാക്ഷസന്മാരുടെ കാലം കഴിഞ്ഞു എന്ന് നീ അറിഞ്ഞുകൊള്ളണം എന്നായിരുന്നു ബ്രഹ്മാവിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞ ആ സമയം ഇപ്പോൾ ആഗതമായിരിക്കുന്നു എന്ന് വ്യക്തം. ആ സീത കാരണം രാവണന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസന്മാരുടെ അവസാനം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലങ്കയിൽ അങ്ങനെ ഇനി യഥേഷ്ടം പ്രവേശിക്കാം. അങ്ങയ്ക്ക് ഇച്ഛയ്ക്കനുസരണം എന്തും ചെയ്യാം. സീതയെ അന്വേഷിച്ചാണ് അങ്ങ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങയ്ക്ക് തടസ്സമായി ഞാൻ ഇനിമേൽ നിൽക്കില്ല. ലങ്കാലക്ഷ്മി അവിടെ നിന്ന് മാഞ്ഞു. എന്നേക്കുമായി നഗരം വിട്ടു പോവുകയും ചെയ്തു. ലങ്കയുടെ അടിസ്ഥാന ദേവതയെ ഹനുമാൻ അകറ്റിക്കഴിഞ്ഞു.
നഗരത്തിന് ചുറ്റുമുള്ള ഉയരമുള്ള മതിൽ അദ്ദേഹം ചാടിക്കടന്നു. ഇടതുകാൽ ആദ്യം വെച്ചാണ് അദ്ദേഹം ലങ്കയിൽ കടന്നത്. അതായിരുന്നു നടപ്പ്. ശത്രുഗ്രഹത്തിലോ ശത്രു രാജ്യത്തിലോ പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ ആദ്യം വെക്കുക എന്നത്. പുഷ്പങ്ങളും പവിഴങ്ങളാലും അലങ്കരിക്കപ്പെട്ട വീതികളിലൂടെ അദ്ദേഹം ധൈര്യപൂർവ്വം നടന്നു. രാക്ഷസ രാജാവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി സ്വർഗത്തിൻ്റെ ഒരു ഭാഗം തന്നെ അടർത്തിയെടുത്ത് ഭൂമിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണോ എന്ന് തോന്നിക്കുന്നു ആ കൊട്ടാരം. കുതിരകളുടെ ഘോരാവശ്യവും അവരുടെ ക്ഷമയേറ്റ മുൻകാലുകൾ കൊണ്ടുള്ള നീലമാന്തലും കൂട്ടത്തിൻ്റെ സംഗീതോപകരണങ്ങളുള്ള അലയടികളും അദ്ദേഹം. ചന്ദ്രനിപ്പോൾ ഉച്ചത്തിലെത്തിക്കഴിഞ്ഞു. കുടിച്ച് മദ്യപിച്ച് നിദ്രയിലാണ്ടിരും. ഹനുമാൻ രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു. ആരും കാണാത്ത കഴിയാത്ത അദ്ദേഹത്തിന് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. ആയുധധാരികളായ കാവൽക്കാർ കാട് കാക്കുന്ന സിംഹങ്ങളെ പോലെയായിരുന്നു. ആ വിധമുള്ള സ്ഥലത്തേക്കാണ് ഹനുമാൻ വളരെ സൂക്ഷിച്ച് കടന്നു ചെന്നത്. അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ സ്ഫടികം കൊണ്ടും ആനക്കൊമ്പ്, ചന്ദനം, സ്വർണ്ണ ഇവകൾ കൊണ്ടും നിർമ്മിച്ച അതിമനോഹരമായ ഒരു കട്ടിലിൽ ഹനുമാന്റെ ദൃഷ്ടി പതിഞ്ഞു. രാജാവിന്റെ ഭാര്യമാരെയും അവിടെ ഹനുമാൻ കാണുകയുണ്ടായി. അവരെല്ലാവരും തന്നെ സുന്ദരിമാരായിരുന്നു. ആർക്കാണ് ഭംഗി കൂടുതലെന്ന തർക്കമിട്ട മട്ടിലായിരുന്നു അവർ രാജാവിന് ചുറ്റും കിടക്കുകയായിരുന്നു. അവരെല്ലാവരും നല്ല ഉറക്കത്തിലുമായിരുന്നു. ഹനുമാൻ അവരുടെ മുഖങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്യവേ അവരെയെല്ലാം വിട്ട് ഒരു പ്രത്യേക കട്ടിലിൽ ഒരു സ്ത്രീ കിടന്നുറങ്ങുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ ജിജ്ഞാസ ഉണർത്തപ്പെട്ടു. അദ്ദേഹം അവളുടെ അടുത്ത് ചെന്ന് നോക്കി. അവളുടെ രത്നങ്ങളും പവിഴങ്ങളും പതിച്ച് അനേകം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. എന്നാൽ ആഭരണങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയാത്തത്ര സൗന്ദര്യാധികം ഹനുമാൻ അവളിൽ കണ്ടു. അവളുടെ അഴകാർന്ന ശരീരം അദ്ദേഹം നോക്കിക്കണ്ടു. അത് സ്വർണ്ണവർണ്ണമായിരുന്നു. അവളുടെ അഭൗമമായ അഴക് കണ്ടപ്പോൾ സീതയെ കണ്ടെത്തിയെന്ന് അദ്ദേഹം വിചാരിച്ചു. സന്തോഷം കൊണ്ട് ഹനുമാൻ തൻ്റെ തോളുരുളു. ചുറ്റും ചാടി, അങ്ങുമിങ്ങും ചാടി, തണലുകളിൽ പിടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഹനുമാൻ തൻ്റെ നിഗമനത്തെ പുനഃപരിശോധിക്കുവാൻ നടത്തി. തൻ്റെ ഊഹം പിഴച്ചു എന്ന് അദ്ദേഹം അറിയുകയും ചെയ്തു. അദ്ദേഹം ആത്മഗതം ചെയ്തു. ആ ശ്രേഷ്ഠമായ രാമനെ വേർപിരിഞ്ഞ നിലയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയല്ല. ആ ദേവി വേണ്ടത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുകയുമില്ല. പട്ടുവസ്ത്രങ്ങളോ ആഭരണങ്ങളോ ധരിക്കാൻ ഇഷ്ടപ്പെടുകയുമില്ല. ആ ദേവി മദ്യം തൊടില്ല. രാവണന്റെ അന്തഃപുരത്തിൽ ദേവിയെ കണ്ടു എന്ന് ചിന്തിക്കുന്നത് പാവമാണ്. ഈ സുന്ദരി മറ്റേതോ ഒരുവളാണ്. ആ സുന്ദരി രാവണപത്നിയായ മണ്ഡോദരിയായിരുന്നു. ഹനുമാൻ വിഷണ്ണനായി ആ സ്ഥലമെല്ലാം ചുറ്റി നടന്നു. അദ്ദേഹം ആ കൊട്ടാരത്തിൽ അടുക്കളയും മദ്യത്തിന്റെ കലവറയും കണ്ടു. എവിടെ തിരിഞ്ഞാലും നൂറുകണക്കിന് സ്ത്രീകളും ഉണ്ടായിരുന്നുവെങ്കിലും അവരിലൊന്നും സീതയെ കണ്ടതുമില്ല. ഹനുമാൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കടന്നു. ഉദ്യാനത്തിലെ പുഷ്പാഗ്ധങ്ങളിൽ അദ്ദേഹം സീതയെ തെരഞ്ഞുകൊണ്ടേയിരുന്നു. ഭീഷ്മ മണ്ഡപലങ്ങളും അന്വേഷിച്ചു. എന്നാൽ ഒരിടത്തും കണ്ടെത്തുവാനായില്ല. സീത ജീവിച്ചിരിപ്പില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പോൾ മുക്കാലും തീർച്ചയായി. അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ വിചാരിച്ചു. അവൾ പാതിവൃത്യത്തിന്റെ മാതൃകയാണ്. രാക്ഷസന്റെ പീഡനം സഹിക്കാനാവാതെ ആ ദേവി ഭയപ്പെട്ടിരിക്കാം. സീത മരണമടഞ്ഞു എന്ന് ഹനുമാന് കൂടുതൽ ഉറപ്പായി തുടങ്ങി. അദ്ദേഹം വിചാരിച്ചു, സീത ഇവിടെ ഉണ്ടെന്ന സമ്പാദി ഒരു സംശയവുമില്ലാത്ത നിലയിലാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ടും എനിക്ക് ദേവിയെ കണ്ടെത്തുവാനായില്ലല്ലോ. ഒരു സ്ഥലവും ഞാൻ വിട്ടുകളഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ രാവണൻ കൊണ്ടുവരും വഴി അദ്ദേഹത്തിന്റെ പിടിയിൽ നിന്ന് ദേവി വഴുതി വീണ് മരിച്ചിരിക്കാം. അല്ലെങ്കിൽ രാവണാകൃതിയിൽ തനിക്ക് വന്നു ചേർന്ന ഭീകരമായ വിധിയോർത്ത് ഭയം മൂലം ദേവിയുടെ ഹൃദയസ്പന്ദനം നിനച്ചു പോയേക്കാം. രാവണം അദ്ദേഹത്തിന്റെ കുൽസിതമായ കൈകൾ കൊണ്ട് തന്നെ തൊട്ടു എന്ന ചിന്തയിൽ ദേവി മനം മടുത്ത് ആത്മഹത്യ ചെയ്തിരിക്കാം. അദ്ദേഹം പിന്നെയും ഇപ്രകാരം വിചാരിച്ചു, ഞാൻ വീണ്ടും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സീതാദേവിയുടെ സ്ഥിതി അറിയാതെ ഞാൻ മടങ്ങുന്നത് ശരിയല്ല. പരാജയ മനോഭാവത്തോടെ ഞാൻ മടങ്ങിയാൽ എൻ്റെ ചങ്ങാതിമാരുടെ ഹൃദയം തകരും. ഞാൻ അവരോടും പിന്നീട് എൻ്റെ രാജാവിനോടും രാമനോടും സീതയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്ന് പറയുവാൻ അവരെന്തു വിചാരിക്കും? ഞാൻ കാരണം അനവധി മരണങ്ങൾ സംഭവിക്കും. അതിനെ ഞാൻ അനുവദിക്കുവാൻ പാടില്ല. സീതയുടെ വർത്തമാനം അറിയാതെ ഞാൻ കിഷ്കിന്ധയിലേക്ക് മടങ്ങുകയില്ല. ഞാൻ ഇവിടെ താമസിച്ചാൽ വല്ല വർത്തമാനവും ലഭിക്കുമെന്ന ആശയിൽ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കും. ഈ ചിന്തകൾക്കിടയിലും തിരയാൻ ബാക്കിയുള്ള സ്ഥലം ഏതെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം നാലുപാടും നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചകലെയായി ഒരു ഉദ്യാനം ഹനുമാൻ കണ്ടു. അദ്ദേഹം സ്വയം പറഞ്ഞു, അടുത്ത് ഒരു അശോകവനമുണ്ടെന്ന് തോന്നുന്നു. അതിൽ നിറച്ച് വലിയ വൃക്ഷങ്ങളുമുണ്ട്. അവിടെ ഞാൻ ദേവിയെ തിരഞ്ഞിട്ടില്ല. അവിടെ കൂടി നോക്കുക തന്നെ. പെട്ടെന്ന് എന്തോ ഒരു അസാധാരണമായ സന്തോഷം തൻ്റെ ഹൃദയത്തിൽ വന്നു പറയുന്നതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആ വനം കണ്ട് ഇങ്ങനെ ആലോചിച്ചു, ഈ അശോകവനം മുഴുവൻ തിരയണം. വൃക്ഷങ്ങളെപ്പോലും ഞാൻ നന്നായി നോക്കുന്നുണ്ട്. എൻ്റെ ദേഹം ആവുന്നത്ര ചുരുക്കിയിട്ടുണ്ട്. എൻ്റെ ഈ അവസാന ശ്രമത്തിൽ ദേവന്മാർ എന്നെ തുണയ്ക്കട്ടെ. ഞാൻ ആശ്രയവതാനാണ്. ഭംഗിയേറിയ ഒരു ഉദ്യാനമായിരുന്നു അത്. വളരെ ശ്രദ്ധാപൂർവം സംരക്ഷണ സംവിധാനമാണത്തിനാണ് ഉണ്ടായത്. അതിനാൽ അത് രാജാവിൻ്റെ പ്രിയ സംഗീതമാണെന്ന് വ്യക്തമായി. അസാധാരണവും അപൂർണവുമായ പലതരം വൃക്ഷങ്ങളും അവിടെ വളർന്നുകൊണ്ടേയിരുന്നു. വിവിധതരം പുഷ്പങ്ങളും എല്ലാതരം പക്ഷികളും അവിടെ ഉണ്ടായിരുന്നു. മാൻകൂട്ടങ്ങൾ ധാരാളമായിരുന്നു. മറ്റിണങ്ങുന്ന വൃക്ഷങ്ങളും മയിലുകളും കുയിലുകളും മരക്കൊമ്പുകളിൽ കാണപ്പെട്ടു. ഹനുമാൻ അത്ഭുതത്തോടെ എല്ലാം നോക്കിക്കണ്ടു. ഇതുപോലെയാണ് അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അദ്ദേഹം തരുത്വത കൂട്ടി. വൃക്ഷങ്ങൾ കുലുക്കി, വള്ളികൾ വലിച്ചു കെട്ടി. അടുത്തൊരു ചെറിയ കുന്നുണ്ടായിരുന്നു. കുന്നിൻ്റെ താഴെ ഒരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. അതിനരികിൽ ജലം നിറഞ്ഞ പല പൊയ്കകളും ഉണ്ടായിരുന്നു. ശീതളവും
അച്ചസ്ഫടികവുമായ ജലോപരിതത്തിൽ താമരമുട്ടുകൾ പൊന്തി നിന്നു. പൊയ്കകളുടെ കരകൾ വെണ്ണിമലാൽ പുറപ്പെട്ടു. പൊയ്കകളിലേക്ക് കൽപ്പാടുകൾ അത്യകർഷമൂലം വർഷകണം ഉണ്ടാക്കുവാൻ തുടങ്ങി. ആ ഉദ്യാനം വിശ്വകർമാവിനാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതായിരുന്നു. ആ ഉദ്യാനം ഇന്ദ്രന്റെ നന്ദനം പോലെയോ കുബേരന്റെ ചൈത്രം പോലെയോ ആയിരുന്നു. ഏതു സ്വർഗീയ ഉദ്യാനത്തെക്കാളും കൂടുതൽ ഭംഗിയുള്ളതായിരുന്നു അത്. ചന്ദ്രപ്രകാശത്തിൽ ഉദ്യാനം ആകാശം പോലെ ശോഭിച്ചു. അടുത്ത് അമ്പലം പോലെ ഒരു മന്ദിരം കണ്ടു. അതിനെ താങ്ങിക്കൊണ്ട് കുറച്ച് വെൺ തൂണുകളും ഉണ്ടായിരുന്നു. അതിലേക്ക് കയറിപ്പോകുവാനുള്ള കൽപ്പടവുകൾ പവിടം പോലെ പണിതീർത്തവയായിരുന്നു. അതിന്റെ പ്രതലം തനിത്തങ്കം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ആ ചെറിയ ക്ഷേത്രത്തിന്റെ അതിദീപ്തിയിൽ ഹനുമാന്റെ കണ്ണ് ചിമ്പിപ്പോയി. അമ്പരുന്ന ഹനുമാൻ കൂടുതൽ അടുത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം ദേവിയെ ദർശിച്ചു. ശുക്ലപക്ഷാരംഭത്തിലെ ചന്ദ്ര പോലെയുള്ള ഒരു സ്ത്രീയാണെന്ന് അദ്ദേഹം കണ്ടത്. ആ സ്ത്രീ ഏറെ മെലിഞ്ഞിരുന്നു. ഒരു അന്ത്യവുമില്ലാത്തതുപോലെ പട്ടിണി കിടന്നായിരുന്നു എന്നത് സ്പഷ്ടമാണ്. അതിസുന്ദരിയായ ദേവിയുടെ സൗന്ദര്യം പുകയിൽ മറഞ്ഞിരുന്ന അഗ്നിയെപ്പോലെ ദുഃഖത്താൽ മങ്ങിയിരുന്നു. ചുളിഞ്ഞു മുഷിഞ്ഞ ഒരു മഞ്ഞിൻ പട്ടണ കക്ഷണത്താലാണ് ദേഹം മൂടിയിരുന്നത്. ദേവിയുടെ ശരീരം മുഴുവൻ അഴുക്ക് പിടിച്ചിരുന്നു. അതിലൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. എല്ലാ ആഭരണങ്ങളും നിരാകരിച്ചതായും തോന്നി. ഒരു വാടിയ താമരത്തണ്ട് പോലെ വിളറ് വെളുത്തിരുന്ന ആ ദേവിയെ ഏറെക്കാലമായി ദുഃഖിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സ്പഷ്ടമായി തെളിഞ്ഞു. അങ്കരാഗനയാൽ വിഴുക്കപ്പെട്ട രോഹിണി നക്ഷത്രത്തെ പോലെ കാണപ്പെട്ട ദേവിയുടെ കണ്ണുകളിൽ ബാഷ്പം ധാരയായി ഒഴുകിക്കൊണ്ടേയിരുന്നു. ഹനുമാൻ ദേവിയെ നോക്കിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തകൾ അന്യോന്യം പോരാടി. രാമന്റെ രാജ്ഞിയെ കണ്ട് അദ്ദേഹം നിന്ദാരം മുന്തിതം ദുഃഖിതനുമായി തീർന്നു. ഒരേ സമയം തന്നെയായിരുന്നു ഈ വിവിധ ഭാവങ്ങൾ അദ്ദേഹത്തിൽ വിളയാടിയത്. വളരെ പ്രയാസപ്പെട്ടാണ് ദേവിയെ തിരിച്ചറിഞ്ഞത് തന്നെ. സന്തുഷ്ട സമാനനായ ഒരു സ്ത്രീ എന്നായിരുന്നു രാമന്റെ വിവരണം. ഈ ദേവിയാകട്ടെ ദുഃഖത്തിന്റെ തന്നെ പ്രതീകമായി തോന്നി. സീതയുടെ പല പല ആഭരണങ്ങളെപ്പറ്റിയും രാമൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അവയിൽ പലതും അടുത്തുള്ള വൃക്ഷക്കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കുന്നത് ഹനുമാൻ കണ്ടു. ഹനുമാൻ മനസ്സാ രാമനെ ദണ്ഡനമസ്കാരം ചെയ്തു. രാമനോട് പറഞ്ഞു, പ്രഭു, ഞാൻ ദേവി സീതയെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. സീതയോടുള്ള അനുകമ്പ കൊണ്ടും ദുഃഖം കൊണ്ടും ഹനുമാൻ പരവശനായി. അദ്ദേഹം ശിംശുപാവർഷത്തിന്റെ കൊമ്പുകളിലൊന്നിലേക്ക് ചാഞ്ഞു. കുറെ നേരം നിശബ്ദതയിൽ ഇരിക്കുകയും ചെയ്തു. നക്ഷത്രജാലങ്ങളുടെ അകടമ്പിടിയോടുകൂടി ചന്ദ്രന്റെ ഘോഷയാത്ര അവസാനിച്ചു. രാത്രിയും പ്രഭാതവും എല്ലാം മാഞ്ഞു വന്നു. രാവണന്റെ ആഗമനം പ്രമാണിച്ചുകൊണ്ട് കോലാഹല ഹനുമാൻ കേട്ടു. ദീപശിഖകളെയും സ്ത്രീകളെയും അവർ ഒന്നിച്ചു വരുന്ന രാവണയെയും ഹനുമാൻ കണ്ടു. ശിംശുപാവൃക്ഷത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഹനുമാൻ വളരെ ശ്രദ്ധയോടെ രാവണനെ നിരീക്ഷണം ചെയ്തുകൊണ്ടേയിരുന്നു. ഹനുമാൻ രാവണനെ മുമ്പ് കണ്ട സമയം അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. രാവണന്റെ ഈ സാന്നിധ്യം അദ്ദേഹത്തേക്ക് ഉറച്ചു പിടിക്കുവാൻ ഹനുമാന് പ്രയോജനപ്പെട്ടു. സീതയിരിക്കുന്ന സ്ഥലത്തേക്ക് രാവണൻ വലിയ ഔത്സല്യത്തോടെ നടന്നു ചെന്നു. ശക്തമായ കാലടി വെച്ച കേൾക്കവേ രാവണനാണ് വരുന്നതെന്ന് സീത അറിഞ്ഞു. രാവണൻ പറഞ്ഞു, എന്നെ കണ്ട് ഭവതി ദേഹം മറയ്ക്കുകയാണ്. അങ്ങനെ ഭവതിയുടെ ആകാര സൗഷ്ഠം എന്നിൽ നിന്നും മറച്ചാൽ ഭവതിയുടെ സൗന്ദര്യമല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്നതാണ് സത്യം. ഭവതിയെപ്പോലെ മറ്റാരും തന്നെ ഇല്ലെന്ന് എനിക്ക് തീർച്ചയാണ്. എൻ്റെ ഈ നിസ്സീമമായ സ്നേഹത്തെ ആദരിക്കൂ, എന്നെ സ്വീകരിക്കൂ. എന്നെ ഭയപ്പെടേണ്ട. എൻ്റെ ഈ പ്രവൃത്തി അധാർമികമാണെന്ന് ഭവതി വിചാരിക്കുന്നുണ്ടോ? ഭവതിയുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാം. ഈ രാജ്യം മുഴുവൻ ഭവതിയുടെ അധീനത്തിലാണ്. എന്നെയും എൻ്റെ ഐശ്വര്യത്തെയും ഭവതി കണ്ടുവല്ലോ. മരവരിയും മാതൂലും കൊടുത്ത ആ രാമനെ പറ്റി ഭവതി എന്തിനാണ് ഇനിയും ചിന്തിക്കുന്നത്? അദ്ദേഹത്തിന് എന്തു നൽകുവാൻ കഴിയും? അദ്ദേഹത്തിന് ധനമില്ല, രാജ്യമില്ല, പറയത്തക്കതൊന്നുമില്ല. രാവണന്റെ വാക്കുകളാൽ സീത ദുഃഖിതയായി തീർന്നു. നിശബ്ദതയിലിരുന്ന് എല്ലാം കേട്ടു. കണ്ണുകളിൽ അശ്രു നിറഞ്ഞു. ഗദ്ഗത്തിൽ കണ്ടത്തിൽ കുരുങ്ങി. സീത ഒരു പുല്ലു പറിച്ചെടുത്ത് തന്റെ മുമ്പിലിട്ടു. അതിനെ വിറയാർന്ന സ്വരത്തിൽ സംബോധന ചെയ്തു. അവൾ തന്നെ അത്ര നിസാരനെയാണ് കരുതുന്നതെന്ന് രാവണന് തോന്നി. സീത പറഞ്ഞു, ദയവായി ഈ പാപചിന്ത ഉപേക്ഷിക്കുക. അങ്ങയുടെ കൂട്ടരുടെ അടുത്തേക്ക് പോകും. എന്നെ തനിയെ വിടും. എന്നെപ്പറ്റി ഇപ്രകാരമുള്ള ചിന്തകൾ ഉണ്ടാവുന്നത് അങ്ങയ്ക്ക് യോഗ്യതയല്ല. ഞാനൊരു ശ്രേഷ്ഠ കുടുംബത്തിൽ ജനിച്ചവളാണ്. ഒരു ശ്രേഷ്ഠ കുടുംബത്തിലെ വധുവാണ്. ഞാൻ സദാചാര ബോധമില്ലാത്തൊരു സ്ത്രീയെപ്പോലെ പെരുമാറാനാണോ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നത്? സീത തന്റെ മുഖം തിരിച്ചു പിടിച്ചു. ഇപ്പോഴും സമയം തെറ്റിയിട്ടില്ല. എന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിയോ. ഞങ്ങൾ അങ്ങേ അനുഗ്രഹിക്കാം. അങ്ങേക്ക് മാപ്പ് തരാം. രാമനൊരു ശ്രേഷ്ഠ ആത്മാവാണ്. ധർമ്മം എന്തെന്ന് അദ്ദേഹത്തിനറിയാം. ശരണാഗതരോട് അദ്ദേഹം എപ്പോഴും ദയാലുവാണ്. സീതയുടെ വാക്കുകളൊന്നും രാവണന്റെ ഉള്ളിൽ കയറിയില്ല. അദ്ദേഹം രാമനെ പുച്ഛിച്ച് പുരുകം ചുളിച്ച് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ട് പിടിക്കുന്നതും എൻ്റെ കോപം പൊട്ടിപ്പിടറാതെ തടഞ്ഞു നിർത്തുന്നതും ഭവയോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. സ്നേഹം ഒരുവനെ അയാൾ സ്നേഹിക്കുന്ന വസ്തുവിനോട് ദീനനാകുമ്പോഴേക്കുന്നു. രോഷാകുലനായ രാവണൻ കോപത്തെ അടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഒന്ന് നിർത്തിയ ശേഷം അദ്ദേഹം തുടർന്നു, ഭവതിക്ക് മനസ്സുകൊണ്ടുറയ്ക്കുവാൻ ഞാൻ 2 മാസത്തെ സമയം തരാം. അപ്പോഴേക്കും എൻ്റെ സ്നേഹം സ്വീകരിക്കാൻ ഉറപ്പുണ്ടാകുവാൻ നോക്കൂ. ഭവതിക്കത് സാധിച്ചില്ല എങ്കിൽ കൊട്ടാരമ്പക അടുക്കളയിലേക്ക് പാചകക്കാരന്മാരോട് നിന്നെ വെട്ടിമുറിച്ച് ചെറുകഷ്ണങ്ങളാക്കി എൻ്റെ പ്രാതലിനൊരുക്കുവാൻ ഞാൻ ആജ്ഞ കൊടുക്കും. രാവണനോടൊപ്പം വന്ന സ്ത്രീകൾക്ക് സീതയോട് സഹതാപം തോന്നും. അവരൊന്നും പറയുവാൻ ധൈര്യപ്പെട്ടില്ല. പക്ഷെ മുഖഭാഗം കണ്ട് അവർ സീതയെ സമാധാനിപ്പിക്കുവാൻ നോക്കിയിരുന്നു.
പ്രഭാത സൂര്യനെ പോലെ അരുണവർണ്ണമായി തീർന്ന രാവണന്റെ കണ്ണുകൾ കുറെ നേരം സീതയുടെ നേരെ തുറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അത്യന്തം കുതിരയായിരുന്നു അവൻ. ക്രമേണ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആർദ്രങ്ങളായി. രാവണൻ ഉറയിൽ നിന്ന് വാളൂരി കൈകൾ പൊക്കി ഒരു നിമിഷം നിന്നു. വീണ്ടും മനസ്സെലിഞ്ഞു. അവളെ കൊണ്ടല്ലല്ലോ എന്ന് തീരുമാനിച്ചു. രാവണന്റെ ഭാര്യമാരിൽ ഒരാളായ ധന്യാമാലിനി അവിടെ വന്ന് രാവണനെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തെ അനുരഞ്ജിപ്പിക്കുവാനായി സൗമ്യവാക്കുകൾ പറഞ്ഞു. കേവലം ഒരു മനുഷ്യ സ്ത്രീയായി ഈ സീതയ്ക്ക് വേണ്ടി അവിടുത്തെ വിലപ്പെട്ട സമയം എന്തിനു വൃഥാവിലാക്കുന്നു? അവൾക്ക് മനസ്സുകൊണ്ട് ഉറയ്ക്കുവാൻ കഴിയുന്നില്ല. അവൾ അങ്ങയെ വല്ലാതെ ദുഃഖിപ്പിക്കുകയാണ്. അവൾ അവിടുത്തെ ശോഭിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്പോൾ എൻ്റെ ഒപ്പം വരൂ. അവളെ മറന്നേക്കൂ. അങ്ങയുടെ കൈത്തണ്ടകളിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം അവൾക്ക് ബ്രഹ്മാവ് കൽപ്പിച്ചിട്ടില്ലെന്ന് കണക്കാക്കിയാൽ മതി. രാവണൻ കോപം മറന്നു. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാവണൻ പോയ ശേഷം അല്പസമയം സീതയുടെ ചുറ്റും നിശബ്ദതയോടെ പരന്ന് കവിളിലൂടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് സീത അവിടെയിരുന്നു. ഭൂമിയിൽ ഏറ്റവും ദുഃഖിതയായ സ്ത്രീ സീതയാണെന്ന് ഹനുമാന് തോന്നി. ഇതിനിടയിൽ സീത മതിയൊരുപോളം കരയുക തന്നെയായിരുന്നു. സീതയുടെ കണ്ണുകൾ വരണ്ടു കഴിഞ്ഞു. ആത്മഹത്യ ചെയ്താലോ എന്നായി ആ ദേവിയുടെ ചിന്ത. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വാളോ വിഷമമോ അദ്ദേഹത്തിന് വൃഥാവിലാണ്. ഹൃദയം തകർന്ന ഏകാഗിയായി പരമദുഃഖിതയിലായിരുന്ന സീത സഹനശക്തിയുടെ പാരമ്യത്തിലെത്തിയിരുന്നു. ഹനുമാൻ മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ സമയം വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം. സീതാദേവിയോട് സംസാരിക്കാനുള്ള യുക്തമായൊരു സന്ദർഭം ഉണ്ടാകുവാൻ കാത്തു നിൽക്കുകയും വേണം. കാവൽക്കാരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. അവരുടെ ശ്രദ്ധ തിരിയുന്ന സമയം എൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാനൊരു ചെറിയ കുരങ്ങനാണ്. എന്നെക്കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവില്ലെന്ന് അവർ വിചാരിച്ചേക്കാം. ചെവിക്കിമ്പം നൽകും വിധം ഞാൻ ദേവിയോട് സംസാരിക്കും. കുറ്റമല്ലെങ്കിൽ ഞാൻ സംസാരിച്ചാൽ ഞാൻ നിഷ്കളങ്കനാണോ അല്ലയോ എന്ന് ദേവി സംശയിക്കുമോ? ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യണം? വളരെ ചിന്തിച്ചു വേണം ഞാൻ പ്രവർത്തിക്കുവാൻ. എളുപ്പമാണെന്ന് തോന്നുന്ന ചുമതലകൾ പോലും പ്രാപ്തിയില്ലാത്തവനെ ഏൽപ്പിച്ചാൽ തോറ്റുപോവും, നശിച്ചു പോവുകയും ഒന്നത് ഉറപ്പാണ്. ഒരു തീരുമാനത്തിലെത്തും വരെ വളരെ നേരം ഹനുമാൻ ആ ദുഃഖർഭത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം സ്വയം പറഞ്ഞു, ദേവി എപ്പോഴും ആരെയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ രാമന്റെ സൽഗുണ സ്വഭാവങ്ങൾ ഞാൻ ആഖ്യാനം ചെയ്യും. ഇക്ഷ്വാകു വംശത്തിൽ പ്രശസ്തിയെപ്പറ്റി ഞാൻ പാടും. ഞാനത് പാടുമ്പോൾ ദേവിയുടെ അതിലുള്ള താല്പര്യത്തെ ഉത്തേജിപ്പിക്കും. സാവധാനത്തിൽ ക്രമേണ ദേവി ഭയം വിടും. എന്നിലും എൻ്റെ വാക്കിലും ദേവിക്ക് വിശ്വാസം ജനിക്കുകയും ചെയ്യും. സ്വീകരിക്കേണ്ടതായ ഉത്തമ മാർഗം അതാണെന്ന് ഹനുമാൻ വിചാരിക്കുകയും അപ്രകാരം ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഹനുമാൻ രാമന്റെ കഥകൾ അവിടെ നിന്ന് ഉച്ചത്തിൽ പാടുവാൻ തുടങ്ങി. ഹനുമാന്റെ ആലാപനം കേട്ട് സീത അതിൽ മുഴുകിയിരുന്നു. അവസാനം സീത മനസ്സിൽ തന്നെ പറഞ്ഞു, ഇത് സത്യമായി ഭവിക്കണേ, ഞാൻ ഈ കേട്ടത് സത്യമായി തീരണേ. സീത പിന്നെയും ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നീട് ആ വൃക്ഷത്തിന്റെ മറവിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. ദീർഘദർശിയും ബുദ്ധിമാനുമായ ഹനുമാൻ തനിക്ക് ശരിയായത് തന്നെ ചെയ്യുവാൻ തോന്നിയല്ലോ എന്ന് സന്തോഷിച്ചു. ദേവിക്ക് കാണാവുന്ന നിലയിൽ ഒരു കൊമ്പിലേക്ക് അദ്ദേഹം കയറിയിരുന്നു. ശിശുംഭാവൃക്ഷത്തിന്റെ മുകളിൽ ഒരു കൊമ്പിൽ പിടിച്ചുകൊണ്ടിരുന്ന ഒരു കുരങ്ങനെ സീതാദേവി കാണുകയും ചെയ്തു. ആ കുരങ്ങിന് വെളുത്ത വേഷമായിരുന്നു. ഉദ്യാനത്തിലെ നടവഴികൾ ഉപയോഗിക്കുന്ന ചുട്ടുകെട്ടയുടെ നിറമായിരുന്നു ആ കുരങ്ങിന്. കണ്ടപാടെ ദേവി ഒന്ന് ഞെട്ടി. ഭയത്തോടെ പിന്നെയും മുകളിലേക്ക് നോക്കി. വലുപ്പത്തിൽ തീരെ ചെറുതായിരുന്നു ആ കുരങ്ങന്റെ കണ്ണുകൾ. എന്നാൽ അത് തങ്കവർണ്ണമായിരുന്നു. നല്ല ആകർഷണീയ രീതിയിലും ഉണ്ടായിരുന്നു ആ കുരങ്ങ്. സീതാദേവിയെ പരിഭ്രമിക്കാതെ ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷനാവേണ്ട ശരിയായ സമയം ആസന്നമായി എന്ന് ഹനുമാൻ തീരുമാനിച്ചു. അദ്ദേഹം വൃക്ഷത്തിൽ നിന്നിറങ്ങി ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കാരം ചെയ്തു. ഇരു കൈകളും തലയ്ക്ക് മീതെ കൂട്ടിപ്പിടിച്ച് തൊഴുതു. സംസാരിക്കുവാനും തുടങ്ങി. മാന്യേ, സൂര്യപ്രകാശം പോലുള്ള ചെളി പുരണ്ട ഒരു മഞ്ഞ പട്ടുവസ്ത്രം ഭവതി ഉടുത്തു കാണുന്നു. ഭവതിയുടെ നേത്രങ്ങൾ താമരളങ്ങളെപ്പോലെ തീർന്നു. ഭവതി കുറ്റമറ്റവളായി എനിക്ക് തോന്നുന്നു. കൊമ്പിന്മേൽ ചാഞ്ഞിത്ര നിരാലംഭഭാവത്തിൽ നിൽക്കുന്ന ഭവതി ആരാണ്? 2 താമരപ്പൂക്കളിൽ നിന്ന് ജലഗണങ്ങൾ ഒഴുകും പോലെ ദുഃഖത്തിൻ്റെതായ കണ്ണുനീർത്തുള്ളികൾ ഭവതിയുടെ കണ്ണുകളിൽ കാണുന്നുണ്ടല്ലോ. സന്ദർഭവശാൽ രാവണൻ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്ന സീതയാണ് ഭവതിയെങ്കിൽ ദയവായി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാലും. ഭവതി രാമന്റെ രാജ്ഞിയാണെന്ന് വ്യക്തമായിരിക്കുന്നു. ഭവതിയുടെ സൗന്ദര്യം സാധാരണ മനുഷ്യ സ്ത്രീകളെക്കാൾ എത്രയോ ഉപരിയാണ്. ഭവതിയുടെ രൂപം ഒരു താപസിനിയുടേതാണ്. ഭവതിയുടെ മനപീഡനത്തിന്റെ ആധിക്യം ഭവതിയുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഭവതി സീത തന്നെ, അതിൽ എനിക്കൊരു സംശയമില്ല. ഹനുമാന്റെ വാക്കുകൾ സീത കേട്ടു. കൊമ്പിൽ തന്നെ തൂങ്ങിക്കൊണ്ട് മതിമറന്ന ആഹ്ലാദത്തോടെ ആ ദേവി ഇങ്ങനെ പറഞ്ഞു, സുപ്രസിദ്ധനായ ദശരഥ മഹാരാജാവിന്റെ സനുഷ്യയാണ് ഞാൻ. വിദേഹ രാജാവായ ജനകന്റെ പുത്രിയുമാണ്. അവരെന്നെ സീത എന്ന് വിളിക്കുന്നു. ശ്രേഷ്ഠനായ രാമന്റെ പത്നിയാണ് ഞാൻ. രാമന്റെ കൊട്ടാരത്തിൽ ഞാൻ സുഖമായി കഴിയുകയായിരുന്നു. തുടർന്നുണ്ടായ കഥകളെല്ലാം സീതയും ഹനുമാനോട് പറഞ്ഞു. സീത പറഞ്ഞ വാക്കുകൾ ഹനുമാൻ സശ്രദ്ധം കേട്ടു. ആ വാക്കുകൾ എത്രയും ദയനീയവും കണ്ണീർ കുതിർന്നവയുമായിരുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞു, ദേവി, രാമനാണ് എന്നെ ഇവിടേക്ക് അയച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാർത്തകളുമായിട്ടാണ് എൻ്റെ ഈ വരവ്. രാമന് ക്ഷേമം തന്നെ. ഭവതിയുടെ സ്ഥിതി എങ്ങനെയുണ്ടെന്നറിഞ്ഞു വരുവാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലക്ഷ്മണൻ സദാ രാമനോടൊപ്പമുണ്ട്. ഭവതിയെ ഓർത്ത് ദാനവിഷം ദുഃഖിക്കുകയാണ് രാമൻ. ഒരു സമാധാനവുമില്ല. ഭവതിയോടുള്ള സദാര പ്രമാണങ്ങൾ ഞാൻ മുഖേന ലക്ഷ്മണൻ അറിയിച്ചിട്ടുണ്ട്.
രാമനെ പറ്റിയുള്ള വാക്കുകൾ കേട്ട് വികാരഭരിതയായ സീത പറഞ്ഞു, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു മനുഷ്യൻ ആശയോടെ ജീവിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ സുഖം വന്നു ചേരും. മനുഷ്യന്റെ ശതായുസിനുള്ളിൽ തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹനുമാനും സീതയും തമ്മിൽ ഇരുവർക്കും പ്രിയപ്പെട്ട രാമനെ പറ്റി അല്പനേരം സംസാരിച്ചു കൊണ്ടുവരുന്നു. സീത അല്പനേരം നിർത്തി ഒരു പരിഭ്രമിച്ച നോട്ടത്തോടെ തുടർന്നു, ഒരുപക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ നാഥൻ അയച്ച ദൂതൻ തന്നെ ആവാമെന്ന്. എന്തെന്നാൽ അങ്ങയെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിന് അല്പം സമാധാനം തോന്നുന്നു. യഥാർത്ഥത്തിൽ അങ്ങ് രാമൻ്റെ ദൂതനാണെങ്കിൽ ഞാനിത് അങ്ങയെ അനുഗ്രഹിക്കുന്നു. രാമനെപ്പറ്റി എന്നോട് പറയൂ. എൻ്റെ മനസ്സ് അങ്ങയെ കൊടുക്കും പോലെ തോന്നുന്നു. അങ്ങ് നല്ലവനാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ നാഥനെക്കുറിച്ച് പറയൂ. അദ്ദേഹം കണ്ടാൽ എങ്ങനെയുണ്ട് എന്ന് എന്നോട് പറയൂ. രാമൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഹനുമാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഹനുമാൻ കൈകൂപ്പി നിന്നു. അദ്ദേഹം രാമൻ്റെ അടുത്തു നിന്നാണ് വരുന്നതെന്ന് സീതയ്ക്ക് ഉറപ്പായി. സീതയുടെ സന്തോഷം സീമാതീതമായി. നയനങ്ങളിൽ സന്തോഷാശ്രുകൾ നിറഞ്ഞു വന്നു. മുഖം പ്രസന്നമായി. രാഹുവിൽ നിന്ന് മോചിക്കപ്പെട്ട ചന്ദ്രനെ പോലെ ആ മുഖം തെളിഞ്ഞു വന്നു. ഹനുമാൻ പറഞ്ഞു, ദേവി, ഭവതി കേൾക്കുവാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ഏറെ മാസങ്ങളായി ഭവതിയുടെ മനസ്സിലുള്ള ക്ഷോഭങ്ങളെല്ലാം മറക്കുക. ഞാൻ യാത്ര പറയുകയായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും. ഹനുമാൻ അടുത്ത് ചെന്ന് രാമൻ്റെ വരങ്കാലോയികം സീതയ്ക്ക് നൽകി. സീത തൻ്റെ കയ്യിലെടുത്ത് അത് നോക്കിയിരുന്നു. രാമനെപ്പറ്റി വിചാരിച്ച് ദേവിയുടെ കണ്ണുകളിൽ നിന്ന് ബാഷ്പകണങ്ങൾ ഇറ്റിറ്റു വീണു. ഇപ്പോൾ രാമൻ തൻ്റെ അടുത്തുള്ളതുപോലെ സീതയ്ക്ക് തോന്നി. തൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം പ്രകടമാംവിധം ഹനുമാനോടുള്ള കൃതജ്ഞത ദേവി വാക്കുകളാൽ അറിയിച്ചു. എന്നെപ്പറ്റി രാമനൊന്നും അന്വേഷിച്ചില്ലേ എന്ന് സീത ചോദിച്ചു. ഹനുമാൻ പറഞ്ഞു, ഭവതി എവിടെയാണെന്ന് രാമൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്രയോ മുമ്പ് ഭവതി അദ്ദേഹത്തിൻ്റെ അരികിലെത്തുമായിരുന്നു. രാവണൻ എവിടെയാണ് ഭവതിയെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അത്യന്താപേക്ഷിതമായി തീർന്നു. ഞാൻ മടങ്ങിച്ചെന്നാൽ ഉടനെ ഭവതിയെപ്പറ്റിയും ലങ്കയെപ്പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും അദ്ദേഹത്തോട് പറയും. അപ്പോൾ രാമൻ വാനരന്മാരുടെയും കരടികളുടെയും ബൃഹത്തായ സൈന്യത്തോടും കൂടി ലങ്കയിലേക്ക് പുറപ്പെടും. ദേവന്മാർക്കോ അസുരന്മാർക്കോ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുവാനാവില്ല. ദേവി, ഭവതി അരികിലെത്തില്ലാത്തതുകൊണ്ട് രാമൻ അതീവ ദുഃഖിതനാണ്. രാമൻ ഏത് സമയം രാവണനെപ്പറ്റി മാത്രമാണ് വിചാരിക്കുന്നതെന്നും മറ്റൊന്നിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ലെന്നും കേട്ട സീത രോമാഞ്ചം കൊണ്ടു. അതേസമയം അവനെപ്പറ്റി അദ്ദേഹം തീരെ ഉപേക്ഷയിലാണ് എന്നും വളരെ ദുഃഖിതനായാണ് കഴിയുന്നതെന്നും അറിഞ്ഞ് ദുഃഖവുമായി. സീത അല്പനേരം നിശബ്ദയായിരുന്നു. ദേവി സംസാരിക്കട്ടെ എന്ന് വെച്ച് ഹനുമാൻ കാത്തുനിന്നു. സീത പറഞ്ഞു, അങ്ങയുടെ വാക്കുകൾ എന്നെ സന്തോഷിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. കാലം എനിക്കെതിരാണ്. 2 മാസവും കൂടി മാത്രമേ എനിക്ക് ജീവിതം അനുവദിച്ചിട്ടുള്ളൂ. ഈ കാരാഗ്രഹത്തിലേക്ക് എന്നെ കൊണ്ടുവിട്ട് ഈ 10ാമത്തെ മാസമാണ്. രാവണന് വിഭീഷണൻ എന്ന പേരായ ഒരു സഹോദരനുണ്ട്. എന്നെ രാമന് തിരികെ കൊടുക്കണമെന്ന് ജ്യേഷ്ഠനെ ഉപദേശിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു വിലയും ഉണ്ടായില്ല. മരണത്താൽ ഒറ്റത്തിരിക്കപ്പെട്ട രാവണൻ യമനെ കാത്തു കഴിയുകയാണ്. അതുകൊണ്ട് ഉപദേശവാക്കുകളൊന്നും അദ്ദേഹത്തിൻ്റെ ചെവിക്ക് രുചിയിരിക്കില്ല. രാവണൻ്റെ ആ അനുജൻ്റെ പുത്രനാണ് എന്നോടുത്ത് പറഞ്ഞത്. അവളുടെ പേര് അനല എന്നാണ്. രാമൻ ലങ്കയിലെത്തുമെന്നും ഈ പാപിയെ ശിക്ഷിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. രാമൻ്റെ ശക്തി എനിക്കറിയാം. രാക്ഷസ സൈന്യത്തെ നശിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഒരു വെറും വിനോദം പോലെയാവുകയുള്ളൂ. രാമനെ കവച്ചു വയ്ക്കാൻ നിർഭാഗ്യങ്ങളോ കഷ്ടപ്പാടുകൾ കൊണ്ടോ കഴിയില്ല. രാമൻ അവയ്ക്കെല്ലാം ഉപരിതി തലയിലാണ്. ഹനുമാൻ പറഞ്ഞു, ദേവി, എനിക്കിഷ്ടമുള്ള ഏത് രൂപം പ്രാപിക്കുവാനും എനിക്ക് കഴിയും. ആരും ശ്രദ്ധിക്കാതെ നഗരത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാനൊരു പൂച്ചക്കുട്ടിയേക്കാൾ ചെറിയ രൂപം ധരിച്ചത്. ലങ്കയെ അതിലുള്ള ആളുകളോടും കൊട്ടാരങ്ങളോടും ഉദ്യാനങ്ങളോടും കൂടി നിഷ്പ്രയാസം എനിക്ക് ഏറ്റുകൊണ്ടുപോകാൻ കഴിയും. അതിനെപ്പറ്റി ഒരു ഭയവും വേണ്ട. ഞാൻ ഭവതിയെ രാമൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇതിനെല്ലാം പുറമെ ഈ ഒരു കാര്യവും പരിഗണിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങയാൽ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് രാമനൊരു നേട്ടവുമില്ല. ഇങ്ങനെയാണ് സീത പക്ഷേ മറുപടി പറഞ്ഞത്. പുറമെ എന്നെപ്പോലെയുള്ള ഒരു സ്ത്രീക്ക് ഒരു അരുവിജൻ തന്നെ തൊടുക എന്നത് വിചാരിക്കാൻ പോലും പാടില്ലാത്തതാണ്. ഞാൻ രാമൻ്റേതാണ്. സോമനസാലെ എനിക്ക് മറ്റൊരു പുരുഷനെ തൊടുവാൻ കഴിയില്ല. രാവണൻ എന്നെ സ്പർശിച്ചു എന്നത് ശരി തന്നെ. പക്ഷെ ഞാനത് നിർബന്ധിതയാവുകയാണ് ഉണ്ടായത്. എന്നെ എടുത്തുകൊണ്ട് പോകുവാൻ സോമനസാലെ ഞാൻ അനുവദിച്ചിട്ടില്ല. ആ രാവണൻ്റെ പിടുത്തത്തിൽ ഞാനിപ്പോഴും നിസ്സഹായതയോടെ തീർന്ന് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. സീതയുടെ വാക്കുകൾ കേട്ട് ഹനുമാന് വളരെ സന്തോഷമുണ്ടായി. ദേവി, അദ്ദേഹം പറഞ്ഞു, ഭവതിയുടെ വാക്കുകൾ ഒരു പതിവ്രതയ്ക്ക് യോജിച്ചത് തന്നെ. അത് ഭവതിയുടെ സ്ത്രീത്വത്തിന് ചേർന്നിരിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നത് ഭൗതികയുടെ പവിത്രയ്ക്കും ചേർന്നത് തന്നെയാണെന്ന് ഞാനും ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ രാമൻ്റെ അടുത്തേക്ക് പോകുവാൻ തയ്യാറായിരിക്കുന്നു. എനിക്ക് പോകുവാൻ വൈകി. ഞാൻ ഭൗതിയെ കണ്ടുവെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് തരക്കത്തക്കവണ്ണം ഭൗതി എന്തെങ്കിലും ചില വാക്കുകൾ പറയാമോ? സീതയുടെ വാക്കുകൾക്കായി ഹനുമാൻ ഔത്സുല്യത്തോടെ കാത്തുനിന്നു. സീത സംസാരിക്കുവാൻ തുടങ്ങി. ദേവിയുടെ നയനങ്ങളിൽ അശ്രുകണങ്ങൾ തങ്ങി നിന്നു. ദുഃഖം കൊണ്ട് നിരുദ്ധനകണ്ഠനായതിനാൽ ശബ്ദം വ്യക്തമായിരുന്നില്ല. സീത പറഞ്ഞു, ഹനുമാൻ, ഞാനിപ്പോൾ പറയുന്നത് അങ്ങ് രാമനോട് ആവർത്തിക്കണം. നാഥാ, ചിത്രകൂട പർവ്വതത്തിൽ മന്ദാകിനി നദീ തീരത്തിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ പഴങ്ങളും പുഷ്പങ്ങളും നിറഞ്ഞ ചെടികൾ തഴച്ചു വളർന്നു നിന്നു. ഒരിക്കൽ അങ്ങ് എൻ്റെ മടിയിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാക്ക എൻ്റെ അടുത്ത് വന്നു. അത് തൻ്റെ മൂർച്ചയുള്ള കൊക്കുകൊണ്ട് അദ്ദേഹത്തെ കൊത്തിത്തുളച്ചു. ഞാനൊരു കല്ലെടുത്ത് കാക്കയുടെ നേരെ എറിഞ്ഞു. എന്നാൽ ആ കാക്ക എന്നെ വിട്ടില്ല.
അതെന്നെ കൊത്തിക്കൊണ്ടേയിരുന്നു. എൻ്റെ ചുറ്റും പറന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ ഞാൻ അതിനെ ഓടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കവേ അങ്ങ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. എൻ്റെ അംഗവസ്ത്രം താഴെ കഴിക്കുന്നത് അങ്ങ് കണ്ടു. എൻ്റെ കോപവിഷ്ടമായ മുഖത്തേക്ക് അങ്ങ് നോക്കി. ഒരു കാക്കയാണ് എന്നെ കുപിതയാക്കിയതെന്ന് അങ്ങ് കണ്ടു. അങ്ങനെ കളിയാക്കി. ആ സംഭവം കൊണ്ട് ഞാൻ വല്ലാതെ നാണിച്ചു. അങ്ങയുടെ മടിയിൽ കിടത്തെ സമാധാനിപ്പിച്ചു. എൻ്റെ നേത്രങ്ങൾ അശ്രുക്കൾ കൊണ്ട് നിറഞ്ഞു. ഞാൻ ആ കാക്കയോട് എന്തെന്നറിയില്ലാതെ കോപിച്ചതായി അങ്ങ് കണ്ടു. ഞാൻ അങ്ങയുടെ മടിയിൽ കിടന്ന സമാധാനത്തിലൂടെ ഇറങ്ങി. കുറേ കഴിഞ്ഞ് അങ്ങൻ്റെ മടിയിൽ കിടന്ന് വീണ്ടും ഉറങ്ങി. എവിടെ നിന്നറിയാതെ ആ കാക്ക പിന്നെയും വന്നു. അത് വീണ്ടും എൻ്റെ അടുത്തെത്തി. അതെൻ്റെ മാറത്ത് മാന്തുവാൻ തുടങ്ങി. ചോരത്തുള്ളികൾ അങ്ങയുടെ മേൽ വീണു. അങ്ങ് ഉണർന്നു. ഉണ്ടായതങ്ങ് കണ്ടു. അങ്ങ് ചോദിച്ചു, ഭവതിയോട് ആരാണിത് ചെയ്തത്? 5 പത്തിയുള്ള സർപ്പത്തോട് കളിക്കുവാൻ ആർക്കാണ് ധൈര്യമുണ്ടായത്? ആരാണ് വേണ്ടി? അങ്ങ് നാലുപാട് നോക്കി. ഒരു കാക്കയും അതിൻ്റെ ചോരയണിഞ്ഞ നഖങ്ങളും കണ്ടു. ആ കാക്ക ഇന്ദ്രപുത്രനായിരുന്നു. വായുവേഗത്തിൽ അത് അദൃശ്യനാവുകയും ചെയ്തു. അപ്പോൾ അങ്ങയുടെ കണ്ണുകൾ കോപം കൊണ്ട് തൊടുത്തു. അടുത്തുണ്ടായിരുന്ന ബർഭാസനത്തിൽ ഒരു പുല്ലെടുത്തു. അതിൽ ബ്രഹ്മാസ്ത്രം ആവാഹിക്കുകയും ചെയ്തു. ഒരഗ്നിയോളം കാക്കയെ പിന്തുടർന്നു. കാക്ക പറന്നെത്തുന്നിടത്തെല്ലാം ഒരു അഗ്നിഗോളം പുറകെ പാഞ്ഞു ചെന്നു. കാക്ക 3 ലോകങ്ങളെയും സഞ്ചരിച്ചു. ഋഷിമാർക്കോ അച്ഛനായ ഇന്ദ്രനോ തന്നെയോ ഇക്കാര്യമൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതങ്ങയുടെ അടുത്ത് തിരിച്ചെത്തി. നിരാശയോടെ അങ്ങയുടെ കാൽക്കൽ വീഴുകയും ചെയ്തു. അവൻ മരണത്തിന് അർഹനായിരുന്നു. എങ്കിലും അങ്ങ് അവനെ ജീവനോടെ വിട്ടു. അങ്ങ് പറഞ്ഞു, ബ്രഹ്മാസ്ത്രം വൃഥാവിലാകുക വയ്യ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. ഒരു നിമിഷം ചിന്തിച്ച് അയാൾ പറഞ്ഞു, എൻ്റെ വരത്തെ കണ്ട് ഞാൻ അതിനാൽ ബലിയർപ്പിക്കുന്നു. കണ്ണ് നഷ്ടപ്പെട്ട ആ കാക്ക വീണ്ടും അങ്ങയുടെ കാൽക്കൽ പതിച്ചു. പിന്നീട് അതിൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തു. രാമ, ഒരു വെറും കാക്കയെ കൊല്ലുവാനായി അങ്ങ് ബ്രഹ്മാസ്ത്രം പോലെ ഭയാനകമായ ഒരു അസ്ത്രം അഭിമൃന്തിച്ചു. എന്നിട്ടിപ്പോൾ എന്നെ കട്ടുകൊണ്ടുവന്ന് തടയുവാനാക്കിച്ചിരിക്കുന്ന ഈ ഒരുവനോട് അങ്ങേക്ക് എങ്ങനെ ഇങ്ങനെ ക്ഷമയോടെ ഇരിക്കുവാൻ കഴിയുന്നു? എന്നിൽ ദയ ഉണ്ടാവണേ, എന്നെ രക്ഷിക്കണേ. അങ്ങ് ഒരു മഹാവീരനാണ്. എന്നിട്ടും അങ്ങയുടെ അസ്ത്രങ്ങൾ ഈ രാക്ഷസനെ കൊന്നിട്ടില്ല. എന്തുകൊണ്ട്? ഈ 3 ലോകങ്ങളിലും അങ്ങേ അവഗണിക്കുവാൻ ആരുമില്ല. ഹനുമാൻ, എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെ മറന്നിരിക്കുന്നത്? എന്നെ തിരിച്ചുവിട്ടുവാൻ അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം വേഗം ഇവിടെ എത്തും. ഭവതിയുടെ കഷ്ടകാലം അവസാനിക്കുകയും നഗരം എന്തു ഇണ്ണീറാവുകയും ചെയ്യും. രാവണൻ മരിക്കുകയും ചെയ്യും. ഈ ദുഃഖം വെടിയൂ എന്ന് ഹനുമാൻ മറുപടി പറഞ്ഞു. സീത പറഞ്ഞു, എൻ്റെ പ്രണാമങ്ങൾ അങ്ങേ അറിയിക്കൂ. ലക്ഷ്മണൻ എൻ്റെ അനുഗ്രഹങ്ങൾ നൽകൂ. ഭൂമുഖത്തുള്ള എല്ലാ രത്നങ്ങളെക്കാളും വിലപ്പെട്ടതാണ് ശ്രേഷ്ഠ മഹാത്മാവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം കെട്ടുസുഖങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് രാമനെ അനുഗമിച്ചു. രാമനോടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അദ്ദേഹം എന്നെ സ്വന്തം അമ്മയായി കരുതുന്നു. അദ്ദേഹത്തിന് രാമൻ അച്ഛനുമാണ്. ഒരു പുത്രൻ അച്ഛനമ്മമാരെ എന്ന പോലെ അദ്ദേഹം ഞങ്ങളെ പരിചരിച്ചു. സീത കണ്ണുകൾ തുടച്ച് ഉടയാട തുമ്പത്തെ കെട്ടഴിച്ചു. അതിൽ നിന്ന് തൻ്റെ ചൂടാമണി പുറത്തെടുത്തു. അത് ഹനുമാന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇത് രാമന് കൊടുക്കൂ. സീത പിന്നെയും പിന്നെയും രാമനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. ദേവിയുടെ അനുശാസനങ്ങളെല്ലാം ഹനുമാൻ ശ്രദ്ധിച്ചു കേട്ടു. രാമൻ വേഗം ലങ്കയിലെത്തുമെന്നും ആവർത്തി പറഞ്ഞ് ഹനുമാൻ ദേവിയെ സമാധാനിപ്പിച്ചു. സീത വീണ്ടും ചോദിച്ചു, അങ്ങേക്ക് ഇന്ന് തന്നെ മടങ്ങിപ്പോകണോ എന്ന്. ഹനുമാന് ദേവിയുടെ ആശങ്ക മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ദേവി, രാജാവിനെ സേവിക്കുന്ന വാനരന്മാർ എല്ലാവരും തന്നെ ബലവാന്മാരും പ്രാപ്തരുമാണ്. ഞങ്ങളുടെ നാഥനായ സുഗ്രീവനാൽ നയിക്കപ്പെടുമ്പോൾ അവർക്ക് അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുവാൻ കഴിയും. ഹനുമാനെ പറഞ്ഞയക്കാൻ സീതയ്ക്ക് ഇനിയും സമ്മതമല്ലായിരുന്നു. എന്നിൽ നിന്നുള്ളത് ഈ വേർപാട് രാമൻ എങ്ങനെയാണ് സഹിച്ചിരിക്കുവാൻ കഴിയുന്നത്? ദുഃഖം തോന്നുന്ന സമയത്തെല്ലാം ഈ രത്നം എനിക്ക് ഒരു ആശ്വാസമായിരുന്നു. എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഓർമ്മിപ്പിക്കുവാൻ ഇത് സഹായകരമായിരുന്നു. അതുകൊണ്ട് രാമൻ സന്തോഷിക്കട്ടെ എന്ന് വെച്ച് ഞാനിത് അങ്ങേക്ക് നൽകുകയാണ്. തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരുന്ന കണ്ണുനീർ സീത തുടച്ചു. ഉചിതമായ സമാധാന വാക്കുകൾ പറഞ്ഞ് ഹനുമാൻ ദേവിയെ സമാധാനിപ്പിച്ചു. ഹനുമാനെ പുറത്തുനിൽക്കുവാൻ ദേവിക്ക് സമ്മതമല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തെയും തന്നെയും ഒരുമിച്ച് രാക്ഷസികൾ കാണുന്നത് തങ്ങൾക്കിരുവർക്കും ആവൽക്കരമാണെന്ന് ദേവിക്ക് അറിയാമായിരുന്നു. നടന്നിടത്തോളം കാര്യങ്ങളെപ്പറ്റി ഹനുമാൻ സംതൃപ്തനാവുകയും സന്തുഷ്ടനാവുകയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉദ്ദിഷ്ടസ്ഥാനമായ ഉദരദിഗിലേക്ക് തിരിയുകയും ചെയ്തു. ഇനി ലങ്കാദഹനമാണ്. തുടരും.